വെൽക്കം ടു ഷാദിയുടെ ലോകം. ഇന്നെന്താ ക്യാമറയൊക്കെ ആയിട്ട് എന്നല്ലേ? ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ ഏതൊരാഘോഷത്തെയും പോലെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന് പകരം ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ആഘോഷമാണ് പ്ലാൻ ഇട്ടത്. ഈ വരുന്നയാളാണ് ആദിലത്ത. നമ്മുടെ ലൂംബാനിക്സ് ബുക്ക് സ്റ്റോറിൻ്റെ കസ്റ്റമർ ആയിട്ടാണ് ആദ്യം ഞാൻ ആളെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടത് പുസ്തകത്തിന്റെ കാര്യത്തിനാണെങ്കിലും പിന്നെ ജീവിതത്തിൽ ഒരുവിധപ്പെട്ട പ്രധാന കാര്യത്തിലെല്ലാം അഭിപ്രായം പറയാനും കൂടെ നിൽക്കാനും ആളുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് ഓർണമെന്റ്സ് എനിക്ക് വേണ്ടി പോയി പർച്ചേസ് ചെയ്തത് വരെ അവരാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ രസം. പനി പിടിച്ചിട്ട് എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സങ്കടമൊക്കെ ഇന്ന് ഞങ്ങളങ്ങ് തീർത്തു. ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഒരേ കഥ പറച്ചിലായിരുന്നു. അതിനുശേഷമാണ് എന്നാൽ ഡ്രസ്സ് എടുക്കാൻ പോയാലോ എന്നൊരു പ്ലാനായത്. 5-6 കടയിൽ എനിക്ക് വേണ്ടി കയറിയെങ്കിലും ഇഷ്ടമായതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാത്ത ഒന്ന് കിട്ടിയതിൻ്റെ സന്തോഷമാണെങ്കിലും അതവിടെ ഹോൾഡിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും കടകൾ കയറി ഇറങ്ങി. അവസാനം ഒന്ന് കിട്ടിയിട്ടോ. ആ ഡ്രസ്സ് നോക്കുന്ന കൂട്ടത്തിൽ താത്താൻ്റെ ഒരു ഫ്രണ്ടും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളായി ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ആദിലത്തെ ഇല്ലെങ്കിലും ഞങ്ങൾ എന്തായാലും സെറ്റാവും. കുറേ തെണ്ടിത്തിരിഞ്ഞ് നടന്നാണ് രണ്ടും ഉമ്മാർക്കും പിന്നെ എനിക്കുള്ള ഡ്രസ്സ് കിട്ടിയത്. അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഓരോ കോഫിയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ദോശ വന്നു. അതൊക്കെ കൈയിട്ട് വാരി കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് കുറേ നേരം കഥ പറഞ്ഞിരുന്നു. ലൂംബാനിക്സിൽ നിന്ന് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പലതും പിന്നെ ഫാമിലി പോലെയൊക്കെ ആവുകയും ചെയ്തു. അതിലൊരാളെ കാണാൻ പറ്റുക, കുറേ നേരം സംസാരിക്കാൻ പറ്റുക, നമുക്ക് ഏറ്റവും നല്ലൊരു കംഫർട്ട് സ്പേസ് ആയിട്ട് മാറാന്നൊക്കെ പറയുന്നത് എന്ത് സന്തോഷമല്ലേ. അവരെ പറഞ്ഞയച്ച് ഞാനൊരു ഇളഞ്ഞിയും കുടിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു.